നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 6.5 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ബാങ്കോക്കിൽ നിന്ന് വിയറ്റ്നാം വഴി കഞ്ചാവുമായി വന്ന യാത്രക്കാരനായ വയനാട് സ്വദേശി അബ്ദുൾ സമദിനെ കസ്റ്റംസ് പിടികൂടിയത്. 6.5 കോടി രൂപ വില വരുന്ന കഞ്ചാവ് പിടിച്ചു. അർജുൻ മട്ടന്നൂർ ചേരുന്നു വിശദാംശങ്ങളുമായി. അർജുൻ, വൻ ലഹരിവേട്ട തന്നെയാണ് നടന്നിരിക്കുന്നത്. ഒരു ഇടവേളയൊന്നുമില്ല അല്ലേ ലഹരിവേട്ടയ്ക്ക്? റോഷ്നി, അങ്ങനെ തന്നെയാണ്. അതായത് ഈ ബാങ്കോക്കിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് സ്ഥിരമായി ഒഴുകുകയാണ്. ഇപ്പോൾ വീണ്ടും 6.5 കിലോയോളം കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ വയനാട് സ്വദേശിയായ അബ്ദുൾ സമദിനെയാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്നും വിയറ്റ്നാം വഴി ആണ് യാത്രക്കാരൻ കൊച്ചിയിലേക്ക് വന്നത്. കസ്റ്റംസ് പരിശോധനയിലാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തത്. ഏതാണ്ട് 6.5 കോടി രൂപ വില വരുന്ന കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത് എന്നാണ് കസ്റ്റംസ് പറയുന്നത്. എന്തായാലും തുടർ പരിശോധനകൾ തുടരുകയാണ്. ഇയാൾ സ്ഥിരമായി കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കാറുണ്ടോ, ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവരാറുണ്ടോ, ആർക്കൊക്കെയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കസ്റ്റംസ് പരിശോധിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ബാങ്കോക്ക് വഴിയുള്ള കേരളത്തിലേക്കുള്ള വിമാനങ്ങളിൽ കർശന പരിശോധന നടത്താനും കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദവിവരങ്ങൾ നൽകിയത്. വൻ ലഹരിവേട്ട തന്നെയാണ് നടന്നിരിക്കുന്നത്.